ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ലാപ്ടോപ്പിലെ ക്യാമറ ഡിസേബിൾ ആയാൽ എങ്ങനെ അത് എനേബിൾ ആക്കാം. ഇതിന് നമുക്ക് ഒരു സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പാനിക്കായി നമ്മൾ വിചാരിക്കും ഒരു ന്യൂ ലാപ്ടോപ്പ് തന്നെ വാങ്ങേണ്ടി വരുമോ, എത്ര ചിലവാകും, അത്രയൊന്നും ആലോചിച്ച് സ്ട്രെസ് ആവേണ്ട ആവശ്യമില്ല, പാനിക്കാവേണ്ട ആവശ്യമില്ല. സോ ഇതൊരു ഈസി വേ ആണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു ചില കണ്ടീഷനിൽ ക്യാമറ ഡിസേബിൾ ആവുകയാണെങ്കിൽ എങ്ങനെ നമ്മളത് എനേബിൾ ആക്കാം എന്നുള്ളൊരു ഈസി വേ. ഇതിന് ജസ്റ്റ് ഒരു 1 മിനിറ്റ് പോലും നമുക്കിതിന് ആവശ്യമില്ല പറയുകയാണെങ്കിൽ. ഇതിന് നമ്മൾ ഡിവൈസ് മാനേജർ പോയി അത് ട്രബിൾ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ പോവുക, ക്യാമറ ടൈപ്പ് ചെയ്യുക. ഇതിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ക്യാമറയുടെ കണ്ടീഷൻ എന്ന്. ഈ കണ്ടീഷനിലുള്ള എല്ലാ ഡിസേബിൾ ഇഷ്യൂവും നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ക്യാമറ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം. സോ ഇതാണ് സിറ്റുവേഷൻ. സോ ക്യാമറ വിത്ത് ഒരു സൈഡ് സ്ലാഷ് വരികയാണെങ്കിൽ നമുക്ക് ക്യാമറ കാണാൻ പറ്റില്ല. സോ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ക്യാമറ യൂസുള്ള സ്ഥലത്തൊന്നും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിലോ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെങ്കിലോ ടീംസിലോ സൂമിലോ ഒന്നും ഇത് എനേബിൾ ആവില്ല. സോ ഇത് കണ്ടിട്ട് നമ്മൾ പാനിക്കാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അത് ക്യാമറ ക്ലോസ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ലാപ്ടോപ്പിൽ തന്നെ ഉണ്ട് അതിൻ്റെ ഒരു കീ ബട്ടൺ. സോ ജസ്റ്റ് ഒരു 1 ക്ലിക്കിൽ നമുക്ക് ഈ ഇഷ്യൂ റെഡിയാക്കാവുന്നതാണ്. ജസ്റ്റ് നമ്മുടെ കീബോർഡ് നോക്കുക. കീബോർഡിലെ ഫങ്ഷൻസ് കീ നമുക്ക് കാണാവുന്നതല്ലേ, F1 മുതൽ F12 വരെ ഉണ്ടാവും. സോ ആ ഫങ്ഷൻ കീയിൽ നമ്മൾ നല്ലോണം നോക്കുകയാണെങ്കിൽ ഈ F8 ഒരു ക്യാമറ സിമ്പിൾ കാണില്ലേ, ഇതാണ് ആ കീ. സോ അതിൽ ഒരു ക്യാമറ വിത്ത് സൈഡ് സ്ലാഷ് ഇല്ലേ, സോ അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ മോണിറ്റർ ചെക്ക് ചെയ്യുക. സോ അപ്പോൾ തന്നെ അവിടെ ആ ലാപ്ടോപ്പിൽ നമുക്ക് കാണുന്നുണ്ട് ക്യാമറ എനേബിൾ ആയി എന്നുള്ളൊരു സിമ്പിൾ അപ്പോൾ തന്നെ കാണുന്നു. സോ നമ്മൾ അഗെയിൻ നമുക്കൊരു ക്രോസ് വെരിഫൈ ചെയ്യുക, ക്യാമറ ഓപ്പൺ ചെയ്തത് അതൊന്ന് ലോഡ് ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും നമ്മുടെ ക്യാമറ ഇഷ്യൂ ശരിയായി. സോ ഇത്രയേ ഉള്ളൂ. സോ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക. എന്നിട്ടും ശരിയാവണില്ലെങ്കിൽ നിങ്ങൾ സർവീസ് സെൻറ്ററിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു.